We did not stand with him. അവനോടുകൂടെ നിൽക്കുവാൻ, അവനോടുകൂടി അത് നേരിടുവാൻ ഉള്ള ധൈര്യമില്ലാതെ പോയ, പേടി തൊണ്ടന്മാരായി ഓടിപ്പോയല്ലോ എന്നുള്ള ഒരു ലജ്ജ അവരെ ഭരിച്ചിട്ടുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഷെയിം വാസ് ഇൻ ദെയർ ഹാർട്ട്. നാലാമതൊരു വികാരമുണ്ട്, അതെന്താ? ആങ്സൈറ്റി, ആകുലത. ഇനി എന്താ? 2-3 കൊല്ലം ഇങ്ങനെ പുറപ്പെട്ടിങ്ങ് പോകുന്നു, വലയും വഞ്ചിയും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇനിയൊക്കെ എങ്ങനെയാ ഞങ്ങളുടെ കാലം കഴിയുക? ഇനി എന്താ ചെയ്യുക? വാട്ട് നെക്സ്റ്റ്? ദാറ്റ് വാസ് ദി ആങ്സൈറ്റി വിച്ച് വാസ് ഇൻ ദെയർ മൈൻഡ്. അങ്ങനെയെങ്കിൽ ഈ 4 വികാരങ്ങൾ അവരിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തൊക്കെയാ 4 വികാരങ്ങൾ? 1 ഭയം, വലിയ ഭയമുണ്ട്. 2 നിരാശ. 3 ലജ്ജ, ഷെയിം. 4-മതൊന്ന് ആകുലത, ആങ്സൈറ്റി. ഈ വികാരങ്ങളൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് അവരുടെ നടുവിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, വാതിലൊക്കെ അടച്ചിരിക്കുമ്പോൾ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Then they could hear a voice, നിങ്ങൾക്ക് സമാധാനം. They opened their eyes, lift up their heads and saw the risen Lord standing in their midst with outstretched arms, the pierced arms stretched towards them. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. And St. John has recorded chapter 20 verse 20. St. John പറയുന്നത്, the disciples saw him and rejoiced. കണ്ട് സന്തോഷിച്ചു. What a great change has taken place in these 11 people. അവരിൽ എന്തൊരു വലിയ മാറ്റമാണ് ഉണ്ടായത്. എന്താ മാറ്റം ഉണ്ടായത്? അവരുടെ ഭയവും അവരുടെ ലജ്ജയും നിരാശയും ആകുലതയും എല്ലാം പമ്പ കടന്നു. അവർക്ക് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ their hearts were filled with joy. വലിയ ആനന്ദവും സന്തോഷവും ഒക്കെ അവർക്കുണ്ടായി. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? ഈ പറയുന്ന വികാരങ്ങളൊക്കെ ഉള്ളവരായിട്ടാണ് ഞാൻ അനേകരെയും കാണുന്നത്. അനേകർക്ക് ഭയമുണ്ട്, പക്ഷേ റോമാക്കാരെയുള്ള ഭയമല്ല. പിന്നെന്താ ഭയം? ഇന്ന് പലതിനെ പറ്റിയുള്ള ഭയമുണ്ട്. ഒന്ന് രോഗത്തെ പറ്റിയുള്ള ഭയമാണ്, ക്യാൻസറിനെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ള രോഗത്തെ പറ്റി. മറ്റൊന്ന് ജോലിയെ പറ്റിയുള്ളത്, വേറെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ഇംഗ്ലീഷ് ഭാഷയിൽ ഫോബിയ എന്നുള്ളത് വാക്ക് ചേർത്ത് 75 പദങ്ങളുണ്ട്. ഹൈഡ്രോഫോബിയ, യു ഓൾ നോ ദാറ്റ്. വെള്ളത്തെയുള്ള പേടിയാ, പക്ഷെ മറ്റു പേരും കൂടി അർത്ഥം കൂടി അതിനുണ്ട്. ഹൈഡ്രോഫോബിയ. നുക്ടോഫോബിയ എന്ന് പറഞ്ഞാൽ രാത്രിയെ പേടിയ, നുക്ടോഫോബിയ. ഒക്ലോഫോബിയ, ആൾക്കൂട്ടത്തെ ഭയം. ഇങ്ങനെയുള്ള പലരും ചേർത്ത് 75 ഇംഗ്ലീഷ് പദങ്ങളോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് ഭയമാണ് വളരെയധികം മനുഷ്യനെ ഭരിക്കുന്ന ഒരു വികാരമായിട്ട് ഉള്ളത്. അവിടെയാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ ഒരു നോക്ക് കാണുമ്പോൾ ഭയമൊക്കെ മാറിയിട്ട് നല്ല പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ടാമത്, നിരാശ തോന്നുന്ന അനേകരുണ്ട്. മക്കളെയൊക്കെ നന്നായി വളർത്തിയൊക്കെ എടുത്തു, അവർ പോയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, നിരാശയിൽ കഴിയുന്ന പലരുണ്ട്. വൃദ്ധജനങ്ങൾ നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെയൊക്കെ കല്യാണമൊക്കെ കഴിച്ച് വലിയായിരുന്നു, പക്ഷെ എൻ്റെ കുടുംബമാകപ്പാട് തകർന്നുവെച്ചാൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു, പക്ഷെ അത് ഇന്ന് കടുത്ത നിരാശയാണ്. There are so many people from the broken families, so much disappointed. അങ്ങനെയുള്ള ഒട്ടേറെ പേരെ കാണാം. ഈ നിരാശ ഇന്ന് അനേകരെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ലജ്ജ എന്നുള്ളത് ഇല്ലാത്ത ഒരവസ്ഥയാണ്. അന്നവർക്ക് ലജ്ജ ഉണ്ടായിരുന്നു,
ഇന്ന് ലജ്ജയില്ലാത്തൊരു തലമുറയാണ് ഇന്നത്തേത്. കാരണം ഏത് വികൃതി കാണിച്ചാലും അതൊക്കെ അംഗീകരിക്കപ്പെടുന്നതായി തീരുക. എന്തു കോമാളിത്തമായിരുന്നാലും അതൊക്കെ ഇന്നത്തെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തിയ ഒരു ലജ്ജയില്ലാത്തൊരു തലമുറയെന്ന് ഞാൻ പറയുള്ളൂ. എന്നാൽ മറ്റേതുണ്ട്, അവസാനം പറഞ്ഞത് ആങ്സൈറ്റി. വളരെ ആങ്സൈറ്റി ഉള്ള ആളുകളുണ്ട്. ആ പലതിനെ പറ്റി എനിക്കറിയാം. എസ്പെഷ്യലി ദ യങ് പീപ്പിൾ, അബൌട്ട് ദെയർ എക്സാമിനേഷൻ, അബൌട്ട് ദെയർ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ, വളരെയധികം ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകളെ കാണാം. ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതെന്താ? യു സീ ദ റിസൾട്ട് ഓഫ് സ്റ്റാൻഡിങ് യുവർ മിഡ്സ്റ്റ്. And what is the message? Shalom. Shalom liki. Shalom എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാം. അതാ ശ്ലോമോ സലാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. And that is the message. We have to listen. We have to hear. We have to listen to that word of peace. സമാധാനം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒന്ന് കാണുന്നു എങ്കിൽ നമ്മുടെ ഭയങ്ങളൊക്കെ മാറും. അതായിരുന്നു ആ ശിഷ്യന്മാരുടെ എക്സ്പീരിയൻസ്. അതാണ് ഇന്ന് ആ മാളികയിൽ ശിഷ്യന്മാർക്കുണ്ടായ അതേ ചേതോവികാരം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. എന്ത്? They saw Jesus and rejoiced. കർത്താവിനെ കണ്ട് ഈ ആകുലങ്ങളെയും ഭയങ്ങളെയും ഉത്കണ്ഠകളെയും എല്ലാം മാറി പ്രത്യാശ നിറഞ്ഞ പ്രസന്ന മുഖത്തോടെ ഇന്ന് ചുറ്റിലേക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷം വളരെ പ്രസന്നമാണ്. മറ്റു ദിവസം കണ്ടപ്പോഴെല്ലാം മൂടിക്കിടക്കുന്ന പോലെ ഇന്ന് വളരെ പ്രസന്നമാണ്. അതാ ഈസ്റ്ററിന്റെ വലിയൊരു സന്ദേശം അതാണ്. നിങ്ങളുടെ മുഖം പ്രസന്നമായി തീരണം. എന്താ കാരണം? ദ ലോർഡ് ഈസ് റിസൺ. പരാജയപ്പെടുത്തി തിന്മയെ, പൈശാചിക ശക്തികളെ, മരണത്തെ, അവസാനത്തെ ശത്രുവായ മരണം, അതിനെയും പരാജയപ്പെടുത്തി എഴുന്നേറ്റ് ഉദ്ധരനായിരിക്കുന്ന കർത്താവ് ഹീസ് വിത്ത് us indeed. അവിടുന്ന് നമ്മോട് കൂടെ ഉണ്ട്. അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. അത് ഉറപ്പാക്കുവാനായിട്ടാ അവിടുന്ന് എപ്പോഴൊക്കെ കൂടെ ഒന്ന് ജോലി ചെയ്തപ്പോൾ കൂടെയുണ്ട്. വഞ്ചി എറിഞ്ഞപ്പോൾ അവിടെ നോക്ക്, അവിടോട്ട് വലിയ എറിയാൻ പറയുന്നു. പ്രാർത്ഥിച്ചപ്പോൾ കൂടെയുണ്ട്. പിന്നെ നടന്നു പോകുമ്പോഴുണ്ട് കൂടെ. അവരോട് കൂടി നിങ്ങൾ എന്തോ സംസാരിക്കുന്നു ചോദിച്ചുകൊണ്ട്. In all walks of life, in every circumstance, our Lord, the risen Lord, was making themselves confirmed, making themselves firm in their faith that He will be with them. അവിടെ നമ്മോട് കൂടെ ഉണ്ട്. ആ ഒരു വലിയ പ്രത്യാശയിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ ആ വലിയ കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട് എല്ലാ ഭയാശങ്കകളെയും നീക്കി പ്രസന്ന മുഖത്തോടെ പ്രത്യാശ നിറഞ്ഞ അനുഭവത്തോടെ മുന്നേറുവാൻ തക്ക വേണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമേൻ.